നമസ്കാരം. ഭാരതത്തിൻ്റെ ഒരു പ്രമുഖ വ്യവസായി നിഖിൽ ചന്ദ്വാനി അദ്ദേഹം എക്സിൽ ഒരു ട്വീറ്റ് രേഖപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ്. അതൊരു ട്രോളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രശംസിച്ചിട്ടുള്ള വളരെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യവസായിയാണ് നിഖിൽ ചന്ദ്വാനി. അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ്, ആ ട്വീറ്റ് തുടങ്ങുന്ന ഇങ്ങനെയാണ്. ട്വീറ്റിൽ 3 പേരാണ് ഉള്ളത്. അതിൽ ഒരാൾ ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനായിയാണ്. മറ്റൊരാൾ അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായ JD വാൻസ് ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഈ ട്രോളേറ്റ് വാങ്ങുന്ന അല്ലെങ്കിൽ കളിയാക്കി ആട്ടി ഓടിക്കപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത് പാകിസ്ഥാൻ പ്രസിഡൻ്റായ ഷഹബാസ് ഷെരീഫാണ്. അപ്പോൾ ആദ്യം JD വാൻസ്, അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായ JD വാൻസ് മുജ്തബ ഖമനായിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഹോർമൂസിൽ എല്ലാ പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരാം, നിങ്ങളുടെ പക്കലുള്ള യുറേനിയം ഞങ്ങൾക്ക് തരൂ എന്ന് JD വാൻസ് പറയുകയാണ്. മുജ്തബ ഖമനായി ഇതിനെ എതിർക്കുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഹോർമൂസിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് പോയിക്കോളൂ, പിന്നെ നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കിയതിന് പകരമായിട്ട് കുറച്ച് തുകയും കൂടെ ഞങ്ങൾക്ക് തരൂ എന്ന് മുജ്തബ ഖമനായിയും പറയുന്നുണ്ട്. ഇനി മറ്റൊരാൾ, അതായത് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ആളായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് പറയുന്നത്, നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, $1 മില്യൺ ഞങ്ങൾക്ക് തരൂ, ഞങ്ങളുടെ ബ്രോക്കറേജിൻ്റെ പൈസയായിട്ട്, ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി ഓടിക്കുന്നതാണ് ക്ലൈമാക്സ്. അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ അമേരിക്കയും ഇറാനും മാത്രമല്ല ഇസ്രായേലും ആട്ടി ഓടിക്കുകയായിരുന്നു. പാകിസ്ഥാനെ എവിടെയൊക്കെ ഈ പീസ് ബോർഡിൻ്റെയൊക്കെ ഭാഗമായിട്ട് പാകിസ്ഥാനെ ഇട്ടതും അമേരിക്കയാണ്. അമേരിക്കയെ പാകിസ്ഥാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. USSRനെതിരെ പ്രവർത്തിക്കുന്നതിനൊക്കെ, അതായത് അഫ്ഗാനിസ്ഥാനിലുള്ള USSRനെ പിന്തുണയ്ക്കുന്ന രാജാവിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയെ പാകിസ്ഥാൻ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ സഹായിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഒരു ഭീകരവാദ സംഘടന ഉണ്ടാകുന്നത്, അൽ ഖ്വയ്ദ. പിന്നീട് 2000-ലൊക്കെ ഇതേ അമേരിക്ക അവരുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തെ തുടർന്ന് അഫ്ഗാനിസ്ഥാൻ്റെ താലിബാനെതിരെ നീക്കം നടത്തിയപ്പോൾ അപ്പോഴും പാകിസ്ഥാൻ്റെ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു. പക്ഷേ ഈ പാകിസ്ഥാനെ ഒരു ടോയ്ലറ്റ് പേപ്പർ പോലെ വലിച്ചെറിയുകയായിരുന്നു അമേരിക്ക. ഇങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തിയത് പാകിസ്ഥാൻ്റെ തന്നെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായ ഖ്വാജ ആസിഫാണ്. അത്തരത്തിൽ പാകിസ്ഥാനെ വലിച്ചെറിയുകയായിരുന്നു അമേരിക്ക. ഇപ്പോൾ ഇതാ പശ്ചിമേഷ്യൻ യുദ്ധമുണ്ടായപ്പോൾ മറ്റ് ആരെയും കിട്ടാതായപ്പോൾ പാകിസ്ഥാനെ തന്നെ അമേരിക്ക ശരണം പ്രാപിച്ചു. പാകിസ്ഥാനെ കൊണ്ടുവരും. കാരണം മറ്റാരും ഈ ബ്രോക്കർ പണിക്ക് നിൽക്കില്ല. മറ്റൊരു അഭിമാനമുള്ള രാജ്യവും ഈ ബ്രോക്കർ പണിക്ക് നിൽക്കില്ല. പാകിസ്ഥാനെ ചെന്ന് ട്രംപ് പിക്ക് ചെയ്തിട്ട് പറയുന്നു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നേരിട്ട് ഇറാനെ സമീപിക്കണമെന്ന്. പക്ഷേ അപ്പോഴും ആ ഒരു കാര്യത്തിന് പോലും അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഇതിന് പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ്. ട്രംപിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഈ പരിപാടി ചെയ്തത്. പക്ഷേ അമേരിക്കൻ ഇൻ്റലിജൻസ് ട്രംപിനോട് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അസിം മുനീർ ഇപ്പോഴും ഇറാൻ്റെ കസ്റ്റഡിയിലാണ്. ഇറാനുമായിട്ട് വളരെ അടുത്ത സൗഹൃദമാണ്. ഇറാൻ ഇൻ്റലിജൻസുമായിട്ടൊക്കെ 2016 ഇദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇദ്ദേഹത്തെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല. ഭീകരവാദികളോട് അടുത്ത് നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അതിൻ്റെ സൈനിക മേധാവിയാണ്. അമേരിക്കയുടെ റിപ്പോർട്ട് പ്രകാരം 13ഓളം ഭീകരവാദ സംഘടനകൾ, അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനയുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ഭീകരവാദ രാജ്യമാണ്. അതുകൊണ്ട് പാകിസ്ഥാനെ ഒരു കാരണവശാലും നമ്പാനേ പറ്റില്ല എന്നാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് ട്രംപിന് കൊടുത്ത ഒരു നിർദ്ദേശം. ട്രംപ് ഇതൊക്കെ ചെവിക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. വലിയ ഒരു ബന്ധമൊന്നും പിന്നീട് പാകിസ്ഥാനോട് വച്ചു പുലർത്തിയില്ല. പശ്ചിമേഷ്യൻ യുദ്ധം 2 സമാധാന ചർച്ചയ്ക്ക് ഇരുന്നു എങ്കിലും ആ ചർച്ച പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ആദ്യത്തെ ചർച്ച കഴിഞ്ഞതിന് ശേഷം ഹോട്ടൽ ബില്ല് അടയ്ക്കുവാൻ പോലും പാകിസ്ഥാൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു. പാകിസ്ഥാൻ ആകെ കൂടെ നട്ടം തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കയ്യിൽ ഒരു പൈസയില്ല. സൗദി അറേബ്യയ്ക്ക് ഉൾപ്പെടെ പൈസ കൊടുക്കാനുണ്ട്. ഇനി ഈ രാജ്യങ്ങളൊന്നും തന്നെ പാകിസ്ഥാന് കടം കൊടുക്കില്ല. IMF ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ പൈസ കൊടുക്കില്ല, കടം കൊടുക്കില്ല, ലോകബാങ്ക് കടം കൊടുക്കില്ല. ഇനി ആരും തന്നെ പാകിസ്ഥാന് കടം കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും പാകിസ്ഥാന് ഇപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ വക്കിലാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ നടക്കുന്നത്. പക്ഷേ ലോകരാജ്യങ്ങളൊന്നും ആരും തന്നെ പാകിസ്ഥാനെ ഗൗനിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഈ ഒരു ഭീകരവാദ രാജ്യത്തെ ഏതു രാജ്യമാണ് ഗൗനിക്കാൻ തയ്യാറാകുക? പാകിസ്ഥാൻ ഇനി ഉടനെ തന്നെ 3ആയിട്ട് ഖണ്ഡിക്കപ്പെടും, 3ആയിട്ട് വിഭജിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിലൊരു ഭാഗം POK ഭാരതത്തോടൊപ്പം ചേരും, മറ്റൊരു ഭാഗം പഞ്ചാബ് സിന്ധ് പ്രവിശ്യയാണ്. ആ പ്രവിശ്യ
അതായത് പാകിസ്ഥാനിലെ പഞ്ചാബ്, സിന്ധ് പ്രവിശ്യ മറ്റൊരു രാജ്യമായിട്ട് മാറും, ബലൂചിസ്ഥാൻ മറ്റൊരു രാജ്യമായിട്ട് മാറും. അങ്ങനൊരു അവസ്ഥയിലാണ്. ഈ അടുത്ത സമയത്ത് ഇറാൻ ബലൂചിസ്ഥാനെ ആക്രമിച്ചപ്പോൾ പോലും തിരിച്ചൊന്ന് പ്രതികരിക്കുവാൻ പോലും പാകിസ്ഥാന് ഒരു കെൽപ്പുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാൻ അടിമുടി നാണം കെട്ടിരിക്കുമ്പോൾ ഈ ട്രോള് ഏറെ അന്വർത്ഥമാകുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി വരെ ഏറെ പുകഴ്ത്തിയിട്ടുള്ള വ്യവസായി ആയിട്ടുള്ള നിഖിൽ ചദ്വാനിയാണ് ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. എന്തായാലും ഇത് ഒരു വലിയ സന്ദേശമാണ്. പാകിസ്ഥാൻ്റെ എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റാതായിട്ട് ലോക്ക്ഡൗൺ പോലും പിൻവലിക്കാൻ തയ്യാറായത്. എന്തായാലും ഈ ഒരു ദയനീയ അവസ്ഥയിൽ പാകിസ്ഥാനെതിരെയുള്ള ഈ ട്രോള് ഏറെ രസകരമായിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.